ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായൊരു കറിയുടെ റെസിപ്പിയാണിത്. അതിനായി ഞാനിവിടേക്ക് എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ചൗചൗവാണ്. കുമ്പളങ്ങ കൊണ്ടും ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്കിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് നാളികേരം 1 പച്ചമുളകും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, 1/2 സ്പൂൺ ജീരകം, 1 പകുതി സവാള അതും ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ച കൂട്ട് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളവും കലക്കി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം പച്ചമണം വിടുന്നവരെ തിളപ്പിച്ച് 1 കൊത്ത് കറിവേപ്പിലയും ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിയാലുടൻ 2 വറ്റൽമുളക് പൊട്ടിച്ചതും 1 കൊത്ത് കറിവേപ്പിലയും ഇട്ട് നന്നായി മൊരിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുക. ഈ കറി ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായൊരു കറിയാണ്.